എല്ലാവർക്കും പലതരം ചേരുവയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കുണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലോപ്പ് ആവാൻ ഒരു സാധ്യതയുമില്ലാത്ത ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ചെറുപയർ ദോശ റെഡിയാക്കാം കേട്ടോ. ദോശ മാത്രമല്ല, അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു അടിപൊളി ചമ്മന്തി കൂടി ഉണ്ട് കേട്ടോ. സവാളയോ തേങ്ങയോ ഒന്നും ആവശ്യമില്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് ചെറുപയറായിട്ടാണ് എടുത്തേക്കുന്നത്. ഒരു കപ്പ് ചെറുപയർ കൊണ്ട് തന്നെ നമുക്ക് ഒരു 3-4 പേർക്കുള്ള ദോശ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിലേക്ക് ഇപ്പം ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ പച്ചരി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അര കപ്പ് പച്ചരി വരെ ഇട്ട് കൊടുക്കാം, ആളനുസരിച്ച്. ഇപ്പൊ ഞാനും മിച്ചി മാത്രമേ ഉള്ളൂ, അപ്പൊ 2 പേർക്കായിട്ട് ഇത് തന്നെ അധികമാണ്. 2 ദിവസം ദോശ ചുടാനുള്ളത് ഉണ്ടാവും. നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. 2-3 പ്രാവശ്യം വെള്ളം മാറ്റി നന്നായിട്ട് പൊടിയും അതിലുള്ള എല്ലാ അഴുക്കുകളും കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നിറയെ വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം 5-6 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. ഇനി നിങ്ങൾ രാത്രിയിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നേരമൾക്കോറും ഓവർനൈറ്റ് വെക്കാം. ഈ ഒരു ദോശയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാറ്റർ അരച്ച് കഴിഞ്ഞാൽ പിന്നെ ഫെർമെന്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. കുതിരാനുള്ള സമയം മാത്രം വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ രാത്രി കുതിരാനായിട്ട് ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് ദോശക്ക് പറ്റിയ നല്ലൊരു അടിപൊളി ചമ്മന്തി റെഡിയാക്കാം കേട്ടോ. ഈ ഒരു ദോശയ്ക്ക് മാത്രമല്ല, എല്ലാ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ ഇത് പറ്റും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. വീഡിയോയിൽ കണ്ട പോലെ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നാട്ടോ. സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം അത് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2 വറ്റൽമുളകും 2-3 വെളുത്തുള്ളി ഇട്ടെടുക്കുക. തീരെ ചെറിയ വെളുത്തുള്ളിക്ക് എന്നുണ്ടെങ്കിൽ 5 വരെ ആവാം. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. ഇത് കംപ്ലീറ്റ് ചമ്മന്തിയുടെ പ്രോസസ്സ് ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വെളുത്തുള്ളി ഒന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ടെടുക്കാം. തക്കാളി എടുക്കുമ്പോൾ പുളിയില്ലാത്ത തക്കാളി ആട്ടോ നല്ലത്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. തക്കാളി വേവാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. 3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ആകുമ്പോഴത്തേനും തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഇതായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ചേരാനുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, പുളിക്കായിട്ട് വാളംപുളിയാണ് ഞാൻ ഇട്ടെടുക്കുന്നത്. ഒരുപാട് പുളി കൂടി പോകരുത് കേട്ടോ. 1 ടീസ്പൂണൊക്കെ മതിയാവും. റെഡ് കളർ വാളംപുളിയാണെന്നുണ്ടെങ്കിൽ നല്ല കളറിൽ കിട്ടും കേട്ടോ. ഇതിപ്പോൾ കറുപ്പായതുകൊണ്ട് ഇതുപോലെ ഇച്ചിരി ചമ്മന്തി ഇച്ചിരി ഡാർക്ക് ആയിപ്പോയി. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈരാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഈ ചമ്മന്തി ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. എന്നാലും ഒന്ന് ഒരു ഭംഗിക്കും ഇത്രയും കൂടി ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒന്ന് താളിച്ച് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് മതിയാവും കേട്ടോ ഇത്രത്തിന്. ഒരു 2-3 വറ്റൽമുളകും 1 ഇതൾ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ചമ്മന്തിയിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം. ഇനി കംപ്ലീറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ദോശയ്ക്ക് ഒപ്പം കഴിക്കാനായിട്ട്. രാത്രിയിലാട്ടോ പയറ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത്. ഇപ്പൊ രാവിലെയാണ് ചമ്മന്തി ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് പയർ അരച്ച് ദോശയും കൂടി ചുട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. പയർ നന്നായിട്ട് വാഷ് ചെയ്ത് കുതിർത്തി വെച്ചതുകൊണ്ട് ഇനി കഴുകണമെന്നൊന്നുമില്ല. നേരെ വെള്ളം വാർന്ന് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചെടുക്കാം. സാധാരണ ദോശയിലൊക്കെ വളരെ എളുപ്പമായിട്ട് അത് തയ്യാറാക്കാനായിട്ട് നല്ല ഹെൽത്തിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. ജാറിൽ ഒരു അര ഭാഗത്തോളം പയർ ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും 1/4 ടീസ്പൂൺ നല്ല ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ടെടുക്കാം. നല്ല ജീരകം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി കേട്ടോ. പയറിന്റെ ഒരു ചവർപ്പ് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇട്ടെടുക്കുന്നത്. വെള്ളം നമ്മൾ വാർന്ന് വയ്ക്കുന്നതിൽ തന്നെ ഇത്തിരി വെള്ളം പയറിന്റെ ഒപ്പം വരും. അപ്പൊ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് ഒന്ന് അരച്ചെടുത്താൽ മതി. ഒരു 1/4 കപ്പിന് താഴെ വെള്ളമൊക്കെ മതിയാവും കേട്ടോ. 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ പയർ അരച്ചെടുത്തത്. ആദ്യത്തെ ഒരെണ്ണത്തിൽ മാത്രമാണ് മറ്റു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പൊക്കെ മതിയാവും കേട്ടോ. ഇത്തിരി തിക്കായിട്ട് തോന്നിയോണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാട്ടോ നമുക്ക് വേണ്ടത്. സാധാരണ ദോശ ബാറ്ററിന്റെ ഒക്കെ ആ ഒരു പാകം. സാധാരണ മസാല ദോശ ഉണ്ടാക്കൂലേ, അതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല റെഡിയാക്കി ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തും വെക്കാം കേട്ടോ. 2ാമത്തെ ദിവസം ഞാൻ ദോശ ഉണ്ടാക്കിയപ്പോൾ മസാല ദോശ പോലെ കിഴങ്ങ് വേവിച്ച ഉള്ളിൽ വെച്ചാണ് ചുട്ടെടുത്തത്. ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ വേറെ 2 പേരുള്ളതുകൊണ്ട് 2 ദിവസത്തേക്ക് ചുടാനുണ്ടായിരുന്നു ദോശമാവ്. ഇന്നിപ്പോൾ ഞാൻ ചമ്മന്തി കൂട്ടിയാട്ടോ ദോശ കഴിക്കുന്നത്. അപ്പോൾ ദോശയിൽ ഒരു ചെറിയ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സവാളയും പച്ചമുളകും പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ഇത് തികച്ച ഓപ്ഷനിലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ക്യാരറ്റ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ലിനായിട്ട് ഇത് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം. ഒരു കുഞ്ഞ് സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 പച്ചമുളക്, 1 ക്യാരറ്റിന്റെ പകുതി കേട്ടോ, ഒരു മീഡിയം സൈസ് ക്യാരറ്റിന്റെ പകുതി അത്രയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഒക്കെ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം നമുക്ക് മാവ് വെച്ചെടുക്കാം. നോൺ സ്റ്റിക്കിന്റെ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓയിൽ എല്ലാ പ്രാവശ്യവും തൂക്കേണ്ടത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യത്തെ പ്രാവശ്യം മാത്രം ഒന്ന് തൂത്തുന്നേ ഉള്ളൂ. നന്നായിട്ട് ചൂടാവണം കേട്ടോ. തവ നന്നായിട്ട് ചൂടായ ശേഷം ബാറ്റർ ഒഴിച്ചെടുക്കാം. ഒരു 1/4 കപ്പ് വരുന്ന ഒരു തവ എടുക്കുക. അതിൽ നടുക്ക് അങ്ങ് ഒഴിച്ചെടുത്തിട്ട് റൗണ്ടിൽ ചുറ്റിച്ചെടുക്കാം.
ബാറ്റർ അടിച്ചെടുത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും മുകൾ ഭാഗം എല്ലാ സ്ഥലത്തുനിന്നും നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരും കേട്ടോ. ആ സമയത്താണ് നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കുന്നത്. ഓയിൽ ഒഴിച്ചെടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ്ങും കൂടി ഒന്ന് വിതറി കൊടുക്കാം. 1 മിനിറ്റ് മതി കേട്ടോ ദോശ ചുട്ടെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ക്രിസ്പി ആയ ശേഷം നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അതേ രീതിയിൽ അടുത്ത ദോശയും ചുട്ടെടുക്കാം. മാവ് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അതേപോലെ ഇന്ന് ഓയിലൊന്ന് തൂക്കി കൊടുത്തേക്കാം മുകളിൽ, അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ ഒരു ദോശയ്ക്ക് ദോശ അടി പിടിക്കുക അങ്ങനത്തെ വേറൊരു ബുദ്ധിമുട്ടും വരാനില്ല കേട്ടോ. ഫെർമെന്റേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും. പിന്നെ ഇത് ചെറുപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഹെൽത്തിയാണ്. പിന്നെ സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിനെയൊക്കെ സംബന്ധിച്ച് 1 കിലോ ചെറുപയർ കടല പയറൊക്കെ വാങ്ങിക്കുന്നത് 1 മാസത്തേക്കുള്ള കറിക്കൊക്കെ ആയിട്ടായിരിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതെടുത്ത് എപ്പോഴും ഉണ്ടാക്കാനൊന്നും പറ്റില്ലെങ്കിലും ഇടയ്ക്ക് ഒരാവശ്യമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ എനിക്ക് ലൈക്ക് തീരെ കുറച്ചാട്ടോ തരുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് പോകണം. അപ്പോൾ ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമന്റ് ചെയ്യുക. താങ്ക് യു.